നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജ്ജം പകരാം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ ശ്രീ സുഭാഷ് ബാബു BV ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രിഡ് ശേഷി, ഊർജ്ജ കാര്യക്ഷമത തുടങ്ങിയ ആശങ്കകളെ അടിസ്ഥാനപ്പെടുത്തി മുൻപ് EMC ഇലക്ട്രിക് പാചകം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം എന്നിവ കുറയ്ക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മൊബിലിറ്റി പദ്ധതി, ഇലക്ട്രിക് പാചകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അംഗൻ ജ്യോതി പദ്ധതി തുടങ്ങിയവ EMC പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഊർജ്ജ മേഖലയിൽ EMCയുടെ ഈ നിലപാട് മാറ്റത്തിനുള്ള നയപരമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ഈ ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു മാറ്റം അല്ല. നമ്മളിങ്ങനെ ഒരു ചേഞ്ച് വന്നു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഊർജത്തിൻ്റെ ഉപഭോഗത്തിലും അതുപോലെ ഉൽപ്പാദന രീതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാതലായ മാറ്റങ്ങളാണ് ഒരു കാരണം. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നയങ്ങളിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുണ്ടായിട്ടുള്ള നയങ്ങളിലുള്ള ചേഞ്ചസ്. അതിൽ പ്രധാനമായിട്ടും കുറേ കൂടെ ക്ലീനറായിട്ടുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നതിൻ്റെയും നമ്മൾ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗവും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത് പുതുതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളിൽ നമുക്ക് വന്നിട്ടുള്ള ഉപകരണങ്ങളുടെ കാര്യക്ഷമത കൂടിയ ഉപകരണങ്ങളുടെ ലഭ്യതയും ഒരു കാര്യമാണ്. അതിനെ നമുക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നുള്ളത്, അതായത് കേരളത്തിൽ മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 1-2-3 കൊല്ലമായിട്ട് സൗരോർജ്ജത്തിലൂടെയുള്ള വൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡിൽ നമുക്ക് ഏകദേശം ഒരു മാസം 35 മെഗാവാട്ട് എന്ന് പറയുന്ന ഒരു റേറ്റിലാണ് ഇപ്പോൾ പുതുതായിട്ട് സൗരോർജ്ജ നിലയങ്ങൾ ആഡ് ഓൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്രിഡിൽ പകൽ സമയത്ത് റിന്യൂവബിൾ എനർജിയുടെ ലഭ്യത വളരെയധികം കൂട്ടാനായിട്ട് സഹായകരമായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ നയമനുസരിച്ച് 2050 നമ്മൾ കാർബൺ ന്യൂട്രലാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ 2050 നമ്മൾ കാർബൺ ന്യൂട്രൽ ആകണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എമിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പല പ്രവർത്തനങ്ങളും ഊർജ്ജ കാര്യക്ഷമമായിട്ട് എമിഷൻസ് കുറച്ചിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എന്തുകൊണ്ട് നമ്മളിതിനെ ഇലക്ട്രിക് കുക്കിങ്ങിനെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ഗ്രിഡ് ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. ഗ്രിഡ് വളരെ ചെറുതായിരുന്നു, നമുക്ക് ഊർജ്ജത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ കുറഞ്ഞ റിസോഴ്സസ് മാത്രം നമുക്ക് ലഭ്യമായിരുന്ന സമയത്ത് നമുക്ക് ഉള്ള റിസോഴ്സസിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കുക്കിങ്ങിനെയൊക്കെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു മാറ്റുന്നതിനായിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് സൗരോർജ്ജം നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയുടെ ലഭ്യത കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ട് ഉപയോഗിക്കുകയും അതുമൂലം നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചുവടുവയ്പ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇതിലെന്ന് പറയുന്നത്, നമുക്ക് നോക്കേണ്ടത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എല്ലാം നയങ്ങളിലുള്ള വ്യത്യാസം. മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ സംസ്ഥാന സർക്കാരുകൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഏജൻസി എനർജി മാനേജ്മെൻറ്റ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസി എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ്. ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ഇത് ഇലക്ട്രിക് കുക്കിങ്ങിനെയും ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് നടത്തുന്നതിന് സംസ്ഥാനത്ത് ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയുക്ത ഏജൻസിയായിട്ട് എനർജി മാനേജ്മെൻറ്റ് സെൻ്ററിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം. ഇനി മൂന്നാമത്, കാര്യക്ഷമത കൂടിയ പുതിയ ടെക്നോളജികൾ, അതായത് ഇൻഡക്ഷൻ കുക്കിംഗ് ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ കടന്നുവരക്കവും അത് വളരെ കുറഞ്ഞ സമയത്ത് കൂടുതൽ
നമുക്ക് കാര്യക്ഷമതയോടുകൂടി ആഹാരം പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറാനുള്ള കാരണം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഊർജ്ജ ഉപഭോഗത്തിൻ്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഭോഗം വരുന്നത് വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഓഫ് പീക്ക് അവേഴ്സിൽ, അതായത് കൂടുതലും ഡേ ടൈമിലാണ് നമുക്ക് കൂടുതൽ സൗരോർജ്ജത്തിൻ്റെ ലഭ്യത ഉള്ളത്. ആ സമയത്ത് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുക, കുക്കിങ്ങിനായിരുന്നാലും ഇലക്ട്രിക് ചാർജിങ്ങിനായിരുന്നാലും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ അംഗൻ ജ്യോതി പദ്ധതി കൊണ്ടുവന്നത്. അതായത് കേരളത്തിലുള്ള അംഗൻവാടികളിൽ ഏതാണ്ട് 3000-ഓളം അംഗൻവാടികൾ നമ്മൾ ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് മാറി. അത് ഈ ലോഡ് വരുന്നത് ഡേ ടൈമിലാണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയും ഈ സമയത്ത് ഇത് മാക്സിമം ഉപയോഗിക്കുന്നത് നമ്മുടെ സോളാർ വൈദ്യുത നിലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളത് മാസ് കുക്കിങ്ങിലേക്ക്, ഈ അംഗൻവാടിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10 മുതൽ 20 കുട്ടികൾ വരെ ഉള്ള സ്ഥലങ്ങളാണ്. അതേ സമയത്ത് കൂടുതൽ കുട്ടികൾ, 500-ലധികം കുട്ടികൾ വരുന്ന കുക്കിങ്ങുള്ള സ്ഥലങ്ങളിലും ഇതിൻ്റെ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാസർഗോഡ് കണ്ണൻ നായർ മെമ്മോറിയൽ സ്കൂളിൽ ഇലക്ട്രിക് കുക്കിംഗ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റാണ്. അത് ഫുള്ളി നമ്മൾ സോളാർ പാനലും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് കുക്കിംഗ് കൂടെ ചേർത്ത് ഒരു കാർബൺ ന്യൂട്രൽ കുക്കിംഗ് സംവിധാനം തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ മുമ്പ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കുക്കിങ്ങിന് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട അടുത്ത് നിന്ന് ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് പോകണമെന്ന ദിശയിലേക്ക് ചിന്തിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കാനായിട്ട് തുടങ്ങുന്നതിനുള്ള കാരണം. ഇലക്ട്രിക് പാചകത്തെയും ഇലക്ട്രിക് വാഹനങ്ങളെയും പിന്തുണയ്ക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആശങ്കകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി EMC നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പുതുതായിട്ട് വരുന്ന ടെക്നോളജികളാണ്. അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ വിവിധ തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വിവിധ മീഡിയകളിലൂടെ FM റേഡിയോയിലും TV-യിലും പത്രത്തിലൊക്കെ കൂടെ ജനങ്ങളിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റി, പിന്നെ അതുപോലെ തന്നെ പുതിയ സോഷ്യൽ മീഡിയ വഴിയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഇതിൽ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഒന്ന്, പ്രധാനമായിട്ടും ഇത് ചാർജ് ചെയ്യുന്ന സമയം കഴിവതും പീക്ക് ടൈമിൽ ചെയ്യാതിരിക്കുക. ഡേ ടൈമിൽ ഓഫ് പീക്ക് അവേഴ്സിൽ ചെയ്യുക. അതായത് നമുക്കിപ്പോൾ രാത്രി 2 മണി മുതൽ രാവിലെ വരെ ചാർജ് ചെയ്യുക. ആ സമയത്ത് ഓഫ് പീക്ക് അവേഴ്സാണ്. അതുപോലെ തന്നെ ഡേ ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാം. ചിലപ്പോൾ ഡേ ടൈമിൽ ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകുമ്പോൾ കാറൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് വന്നിട്ട് രാത്രി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടൈമർ സ്വിച്ചുള്ള ഒരു പ്ലഗ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി 2 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് ഓണാവുന്ന തരത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ചാർജിങ് തുടങ്ങിയാൽ മതിയാവും. അതാകുമ്പോൾ നമ്മൾ അപ്പോൾ ഉറക്കമൊഴിച്ചിരിക്കണമെന്നില്ല. ടൈമർ സ്വിച്ച് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ രാത്രി മുതലേ അത് ചാർജ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രിഡിലും കുറേ കൂടെ, അതായത് ഈ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് വോൾട്ടേജ് കിട്ടണമെന്നില്ല. വോൾട്ടേജിലൊക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം മാറും. അതായത് ഓഫ് പീക്ക് അവേഴ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് നല്ല വോൾട്ടേജോട് കൂടി തന്നെ നമുക്ക് വൈദ്യുതി ലഭ്യമാണ്. അതുപോലെ ഗ്രിഡിൻ്റെ ഹെൽത്തിനും അത് വളരെയധികം സഹായകമാണ്. അതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ഡേ ടൈമിലുള്ള കുക്കിങ്ങിന് കഴിവതും ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഉപയോഗിക്കാം. കാരണം അപ്പോഴും സോളാർ എനർജി സർപ്ലസ് ആണ്. നമുക്ക് പറ്റുന്ന തരത്തിൽ വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു 20% തന്നെ മിനിമം 20% വരുന്ന ഒരു ബാറ്ററി സ്റ്റോറേജും കൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാം. ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ടും ഇലക്ട്രിക് ചാർജിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാവുന്നതാണ്. അത് 20 ഞാൻ മിനിമം പറഞ്ഞതാണ്. നമുക്ക് കൂടുതൽ എത്ര വയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അത് നമുക്ക് കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഇലക്ട്രിക് കുക്കിങ്ങിനായിരുന്നാലും ഇതിലും ചാർജിങ് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുമ്പോഴും മുമ്പത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഉപകരണങ്ങൾക്കും ഇലക്ട്രിക് വെഹിക്കിളുകൾക്കൊക്കെ വിലയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറേ കൂടെ കാര്യക്ഷമമായിട്ടുള്ള ഉപകരണങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് കുക്കിംഗ് പറയുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇലക്ട്രിക് പ്രഷർ കുക്കർ ഇന്ന് നാട്ടിൽ അവൈലബിളാണ്. ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ കാര്യക്ഷമമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുക്കിംഗ് കുറച്ചും കൂടെ ആസ്വാദകരവും രുചികരവും പിന്നെ ഹെൽത്തിയുമാക്കാനായിട്ട് കഴിയും.
അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ എമിഷൻസ് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് കുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ റിന്യൂവബിൾ എനർജി മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് ഉള്ള നമ്മുടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നന്ദി, നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ എപ്പിസോഡുകളും മറക്കാതെ കാണുക. അറിവിന് ഊർജം പകരാം.